മലയാള സിനിമയിൽ തങ്ങൾ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് നായക നടന്മാരും നടിമാരും ഒക്കെ ഉണ്ടല്ലേ. പ്രത്യേകിച്ചും നായക കഥാപാത്രങ്ങളുടെ പേരിൽ അവർ അഭിനയിച്ച കഥാപാത്രങ്ങളുടെ പേരിൽ തലമുറകളോളം പ്രശസ്തരായിട്ടുള്ള നടന്മാരുണ്ട്, നായക നടന്മാർ. എന്നാൽ വില്ലൻ നടന്മാരും ഉണ്ട് തങ്ങളുടെ വില്ലൻ കഥാപാത്രങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ പ്രശസ്തരായവർ വളരെ ചുരുക്കമാണ്. ആ ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് ഇന്നലെ അന്തരിച്ച നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ കിരിക്കാടൻ ജോസ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ചോദിച്ചാൽ മിക്കവർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ചലച്ചിത്ര താരം മോഹൻരാജ് അന്തരിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആരാണ് മോഹൻരാജ്, ഏതോ ഒരു നടൻ. മറിച്ച് ചലച്ചിത്ര താരം കിരിക്കാടൻ ജോസ് അന്തരിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങൽ ഉണ്ടാവും അല്ലെ. കാരണം അദ്ദേഹം ഒരു വില്ലനായിരുന്നെങ്കിൽ പോലും കിരീടം എന്ന സിനിമയിലൂടെ സേതുമാധവൻ എന്ന കഥാപാത്രം, മോഹൻലാൽ അഭിനയിച്ച സേതുമാധവൻ എന്ന നായക കഥാപാത്രത്തിനോടൊപ്പമോ അതുക്കും മേലെയോ കിടപിടിച്ചിരുന്ന ഒരു വില്ലൻ കഥാപാത്രം കിരിക്കാടൻ ജോസ്. അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു. പാർക്കിൻസൺ രോഗമായിരുന്നു. പാർക്കിൻസൺ രോഗത്തിന്റെ ചികിത്സ അർത്ഥം അദ്ദേഹം ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയിരുന്നു. അവിടെയായിരുന്നു ആയുർവേദ ചികിത്സയാണ് ചെയ്തിരുന്നത്. 69 വയസ്സായിരുന്നു. അദ്ദേഹം ഇന്നലെ 3 മണിയോടുകൂടിയാണ് അന്തരിച്ചത്. പക്ഷേ 300-ലധികം ചിത്രങ്ങൾ ചെയ്തിട്ടും ആരോരും അറിയാതെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. തന്റെ സമകാലീനരായ നടന്മാർ പോലെ ഒന്നും അവസാന നാളുകളിൽ, അതായത് അദ്ദേഹത്തിന്റെ ആ കിരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിന് ശേഷം കുറെ അധികം 300 ചിത്രങ്ങൾ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു നടന്റെയോ നടിയുടെയോ സിനിമാ കരിയറിൽ ഒരു വലിയ കാര്യം തന്നെയാണ്. അതും പ്രശസ്തനായ കഥാപാത്രം. എങ്കിൽ പോലും കിരിക്കാടൻ ജോസ് നൽകിയ അത്ര ഒരു ഹൈപ്പ് മറ്റു കഥാപാത്രങ്ങൾക്ക് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് സിനിമാ ലോകം കൂടെ ഒരു കാരണക്കാരല്ലേ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം 2008-ന് ശേഷം അദ്ദേഹത്തിന് മികച്ച കഥാപാത്രങ്ങൾ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. അതിൽ കൂടുതൽ എന്ന് പറയാനുള്ളത് അദ്ദേഹം കിരിക്കാടൻ ജോസിനെ പോലൊരു കഥാപാത്രം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന്റെ മരണം വരെയും അദ്ദേഹത്തിന് അങ്ങനൊരു കഥാപാത്രത്തെ പിന്നീട് ആലിംഗനം ചെയ്യാൻ സാധിച്ചില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആരും അദ്ദേഹത്തെ പോലെ അതുല്യ പ്രതിഭയെ അങ്ങനെ വെച്ചൊരു പരീക്ഷണം നടത്താൻ അല്ലെങ്കിൽ അങ്ങനെ വെച്ചൊരു അറ്റംപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല പുതുതലമുറ പോലും എന്ന് വേണം കരുതാൻ. കാരണം അദ്ദേഹത്തിന്റെ സമകാലികരായ ഒരുപാട് നടന്മാരുണ്ടല്ലേ. സ്ഫടികം ജോർജ്, അതുപോലെ ജനാർദ്ദനൻ ചേട്ടൻ, അവരൊക്കെ വില്ലന്മാരായി വന്ന് കൊമേഡിയന്മാരായി പ്രശസ്തരായി അവർ കൊടുക്കുന്ന എന്ത് ക്യാരക്ടറും ആ ലെവലിലേക്ക് പ്രശസ്തരായ ഒരാളാണ്. പക്ഷെ കിരിക്കാടൻ ജോസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ ഒരു പേരിനുള്ളിൽ തളച്ചിട്ടപ്പെട്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ തമാശയ്ക്കാണെങ്കിൽ പോലും നീ എന്താണ് പേടിപ്പിക്കുന്നത്, നീ ആരാടാ കിരിക്കാടൻ ജോസോ എന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു തലത്തിലേക്ക് ആ കഥാപാത്രങ്ങൾ തലമുറകളോളം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു എന്ന് വേണമെന്ന് പറയാം. കിരീടം എന്ന ചിത്രം പറയുമ്പോൾ ഒരിക്കലും കിരിക്കാടൻ ജോസിനെ പറയാതെ ആ സിനിമയെ കുറിച്ച് നമുക്ക് സംസാരിക്കാനാവില്ല അല്ലെ. അതുപോലെ നടൻ മോഹൻലാൽ അദ്ദേഹത്തെ കുറിച്ച് ഒരു വാചകം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നു. ഒരു കഥാപാത്രത്തിന്റെ പേരിൽ ഒരു നടൻ അറിയപ്പെടുക മരണകാലം വരെയും എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഭാഗ്യം അദ്ദേഹത്തിന്റെ മരണകാലങ്ങളിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നോ എന്ന് വേണം ചോദിക്കാനായിട്ട്. കാരണം അദ്ദേഹത്തിന്റെ കിരിക്കാടൻ ജോസിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. കാരണം മറ്റ് പരീക്ഷകളിൽ, അതായത് അദ്ദേഹം ഒരു ആർമി ഓഫീസർ ആയിരുന്നു. ആർമി ഓഫീസറിന് ശേഷം എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആയിരിക്കെയാണ് അദ്ദേഹത്തിന് കിരിക്കാടൻ ജോസ് അല്ലെങ്കിൽ കിരീടം എന്ന സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വില്ലൻ കഥാപാത്രമായുള്ള പ്രവേശനം. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഈ ഒരു കഥാപാത്രമാണ് തന്റെ കരിയർ പോലും നശിപ്പിച്ചു കളഞ്ഞതെന്നൊരിക്കലും അദ്ദേഹം പറയുകയുണ്ടായി. കാരണം 20 വർഷമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പേര് കാരണം, അല്ലെങ്കിൽ കിരിക്കാടൻ ജോസ് ലോക പ്രശസ്തമായി. മലയാളികൾ എവിടെയുണ്ടോ, മലയാള സിനിമ എവിടെയുണ്ടോ അവിടെയെല്ലാം കിരിക്കാടൻ ജോസിനെ അറിയാം. കിരീടം കാണാത്ത ഒരു തലമുറ പോലും, നമ്മുടെ ഇന്നത്തെ തലമുറ പോലും, മോഹൻലാലിന്റെ ടോപ്പ് സിനിമകൾ എടുത്താൽ കിരീടം അത് ആദ്യത്തെ ഒരു 5 സിനിമകൾ ഉണ്ടായിരിക്കും, അതിലൊരു സംശയവുമില്ല. അതിൽ അഭിനയിച്ച പല കഥാപാത്രങ്ങളും ആ ടോപ്പ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് താനും. തിലകൻ ചേട്ടൻ, കവിയൂർ പൊന്നമ്മ ചേച്ചി, അതോടൊപ്പം കിരിക്കാടൻ ജോസ്. അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രം ലോക പ്രശസ്തമായിരുന്നു. അദ്ദേഹത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിലാണ് അദ്ദേഹം സർവീസിലുണ്ടായിരുന്നത്. ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെയായിരുന്നു അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചത്. പിന്നീട് അദ്ദേഹം തമിഴ്, കന്നഡ, തെലുങ്കു ഇങ്ങനെ ഒരുപാട് സിനിമകളിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു. അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിന്റെ 300ഓളം ചിത്രങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഒട്ടുമിക്ക ചിത്രങ്ങളും അത്യാവശ്യം അറിയപ്പെടുന്ന വില്ലൻ കഥാപാത്രങ്ങളായിട്ട് തന്നെയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഗ്യാപ്പ് ഉണ്ടാകുന്ന കാലത്തിന് മുമ്പ് വരെയുള്ള ചിത്രങ്ങളാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള, അദ്ദേഹം എഴുതിയ ടെസ്റ്റുകളെല്ലാം പുഷ്പം പോലെ പാസ്സായിരുന്ന ഒരു മനുഷ്യനാണ്. SI ടെസ്റ്റ് 2ാം റാങ്കോട് കൂടി പാസ്സായ ഒരു മനുഷ്യൻ. അതോടൊപ്പം സാധാരണഗതിയിൽ സെൻട്രൽ ഗവൺമെന്റ് ടെസ്റ്റുകൾ എഴുതി പാസ്സാകുക, പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് ഒരു ഹെർക്കുലിയൻ ടാസ്ക് എന്ന് തന്നെ, ഒരു ബാലികേറ മല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹം എഴുതുന്ന ടെസ്റ്റുകളെല്ലാം പാസ്സായി ഇഷ്ടംപോലെ സർവീസിൽ റാങ്ക് ലിസ്റ്റുകൾ വന്നിരുന്ന ഒരു മനുഷ്യനാണ്.
അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കസ്റ്റംസിലും എൻഫോഴ്സ്മെന്റിലും അതോടൊപ്പം ആർമിയിൽ ഒക്കെ ലഭിച്ചിരുന്നത്. നല്ല ടഫ് ലുക്കുള്ള അല്ലെങ്കിൽ നല്ല വില്ലന്റെ കഥാപാത്രം അനുയോജ്യമായിട്ടുള്ള ഒരു ആരോഗ്യ ദൃഢഗാത്രനായ ഒരു രൂപമായിരുന്നു അദ്ദേഹത്തിന്റേത്. അതുകൊണ്ട് തന്നെ കിരിക്കാടൻ ജോസ് എന്ന ആ ഒരു കഥാപാത്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ പരകായ പ്രവേശം പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം മൊത്തം മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് നിയമയുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് തിരിച്ച് സർവീസിൽ കയറാൻ സാധിച്ചത്. കാരണം സസ്പെൻഷൻ, അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രശസ്തി കണ്ട് അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥന്മാർക്കുണ്ടായ ആ ഒരു എന്താ പറയുക, വേണമെങ്കിൽ ചൊറിച്ചിൽ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ സസ്പെൻഷൻ കിട്ടി. ആ സസ്പെൻഷന് വേണ്ടി പിന്നീട് തിരിച്ചു കയറാൻ വേണ്ടി 20 വർഷമാണ് അദ്ദേഹം നിയമ പോരാട്ടം നടത്തി തിരിച്ചു കയറിയെങ്കിലും പഴയ ആ ഒരു ഓഫീസർ പോസ്റ്റിലേക്ക് അദ്ദേഹത്തിന് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സിനിമയിൽ പൂർണ്ണമായും സജീവമാകാൻ വേണ്ടി അദ്ദേഹം വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിരുന്നു. പക്ഷേ അദ്ദേഹം തിരിച്ചു വരാൻ ശ്രമിച്ചപ്പോഴൊക്കെയും നമ്മുടെ സിനിമാ ലോകം ഒരുപാട്, പ്രത്യേകിച്ചും വില്ലൻ ലോകം ഒരുപാട് മാറിപ്പോയി. ന്യൂ ജനറേഷൻ വില്ലന്മാർ വരാൻ തുടങ്ങി. വില്ലന്മാരുടെ ഒരു രീതികളും ഒക്കെ മാറി. അദ്ദേഹത്തിന്റെ സമകാലീനരായിരുന്ന പലരും കോമഡി കഥാപാത്രങ്ങളായിട്ട് മാറി. അദ്ദേഹം പിന്നീട് തിരിച്ചു വന്നപ്പോൾ ഹലോ എന്ന സിനിമയിൽ അദ്ദേഹം തിരിച്ചു വരികയുണ്ടായി. അദ്ദേഹം അതോടൊപ്പം അദ്ദേഹത്തിന്റെ സമകാലീനരോടൊപ്പം അദ്ദേഹം വില്ലൻ തമാശ രീതിയിൽ ചെയ്തെങ്കിലും അത് അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായെങ്കിലും പിന്നീട് ഒരുപിടി നല്ല ചിത്രങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചിറകുടിഞ്ഞ കിനാക്കൾ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിന് ഒരു റോൾ കൊടുത്തിരുന്നെങ്കിലും അത് പിന്നീട് സിനിമ പ്രദർശനത്തിന് എത്തിയപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു റോള് വെട്ടിമാറ്റപ്പെട്ടു എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. അതിനുശേഷം 2014 ശേഷം അദ്ദേഹത്തിന് അധികം ചിത്രങ്ങൾ, 2008 ശേഷം തന്നെ അദ്ദേഹം ഏതാണ്ട് 2 സിനിമകളാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കരിയറിൽ. ലാസ്റ്റ് ആയിട്ട് അദ്ദേഹം ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ റോഷാക്ക് ആയിരുന്നു. അതിൽ അദ്ദേഹം നമ്മുടെ നായികയുടെ അച്ഛനായിട്ട് അഭിനയിച്ച അവശനായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ചെയ്തിരുന്നത്. അതോടൊപ്പം ഈ ആർമിയിൽ വർക്ക് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസറായി വർക്ക് ചെയ്യുന്ന കാലത്ത് അതിനുണ്ടായ മുട്ടിന്റെ വേദന മൂലം പിന്നീട് അദ്ദേഹത്തിന് ഈ പാർക്കിൻസണിന്റെ രോഗവും കാര്യങ്ങളും അദ്ദേഹം വല്ലാതെ സിനിമയിലേക്ക് അഭിനയിക്കാൻ ആ രോഗവും അദ്ദേഹത്തെ വല്ലാതെ ശല്യപ്പെടുത്തിയിരുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അദ്ദേഹം ലാസ്റ്റ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വാടക വീട്ടിലാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അദ്ദേഹം വളരെ ക്ഷീണിതനായി ജനറൽ ഹോസ്പിറ്റലിൽ ക്രച്ചസ് ഉപയോഗിച്ച് നടക്കുന്ന ഒരു ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നു. വളരെ വില കുറഞ്ഞ അല്ലെങ്കിൽ വളരെ മുഷിഞ്ഞ ഒരു ഡ്രസ്സുകളൊക്കെ ഇട്ട് ഇത്രയും നല്ലൊരു സിനിമാ നടൻ, ഇത്രയും പ്രശസ്തനായിരുന്ന ഒരു കാലത്ത് വെള്ളിത്തിരയിൽ വില്ലൻ എന്ന് പറഞ്ഞാൽ ഇന്നും ഈ നിമിഷവും നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടിവരുന്ന പേരുകളിൽ ഒന്ന് റാവുത്തറെ പോലെ അല്ലെങ്കിൽ ഹൈദർ മരക്കാരെ പോലെ ഏറ്റവും ആദ്യം ഓടിവരുന്ന പേരെങ്കിൽ ജോൺ ഹോനായിയെ പോലെ ഏറ്റവും ആദ്യം ഓടിവരുന്ന പേരുകളിൽ ഒന്ന് കിരിക്കാടൻ ജോസ് എന്ന് തന്നെയായിരിക്കും. ഒരു പക്ഷെ 5 വില്ലന്മാർ എടുത്തു വെച്ചാൽ അതിൽ 1ാം സ്ഥാനം കിരിക്കാടൻ ജോസ് എന്ന പേരുള്ള മോഹൻരാജ് തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിന് നടന്ന നിലയിൽ അദ്ദേഹം സക്സസ് ആയപ്പോഴും അദ്ദേഹം ജീവിതത്തിൽ ഒരു പക്ഷെ തോറ്റുപോയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ അവസാന കാലങ്ങളിൽ അദ്ദേഹം ജനറൽ ഹോസ്പിറ്റലിൽ കിടക്കുകയും അതോടെ ആരും ചികിത്സിക്കാതില്ലാതെ വളരെ ദയനീയമായി വാടക വീട്ടിൽ കിടന്ന് മരിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമാ ലോകം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പരിഗണിച്ചില്ല എന്ന് തന്നെ വേണമെന്ന് പറയാം. കാരണം സിനിമയില്ലെങ്കിലും അദ്ദേഹത്തിന് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള പ്രൊഫഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും അന്നത്തെ കാലത്ത് കൊതിക്കുന്ന ഒരു സർവീസിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അത് ഉപേക്ഷിച്ചാണ് അദ്ദേഹം സിനിമയെ ആലിംഗനം ചെയ്തത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്ന ഒരുപാട് വേഷങ്ങൾ കൊടുക്കാൻ മലയാള സിനിമ അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെയാണ് നമ്മൾ അമ്മ എന്ന സംഘടനയൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ അശരണരായ കലാകാരന്മാരെ സംരക്ഷിക്കുന്ന സംഘടന ആയിരുന്നു എന്ന് അതിന്റെ തലതൊട്ടപ്പന്മാരെ ഒരിക്കൽ എഴുന്നള്ളിച്ചിരുന്നു വാർത്തകളിലൊക്കെ. ഇപ്പോ അമ്മ എന്ന സംഘടന ഇല്ല, അത് ശിഥിലമായി പോയല്ലോ, അതിനകത്തൊന്നും ഇനി പറയാനില്ല. പക്ഷെ അന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ മറ്റുള്ളവരുടെ ക്ഷേമം, പ്രത്യേകിച്ചും നടന്മാരുടെ നടിമാരുടെ ക്ഷേമമാണ് അന്വേഷിക്കുന്നത്. എവിടെയാണ് ആരുടെ ക്ഷേമമാണ് ഇവർ അന്വേഷിച്ചിട്ടുള്ളത്? അവസാനത്തെ പാവപ്പെട്ട അശരണായ മനുഷ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട കിരിക്കാടൻ ജോസ്. അതിനു മുമ്പും ഒരുപാട് നടിമാര് മരിച്ചിട്ടുണ്ട്. അവരെയൊക്കെ പെൻഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നതല്ലാതെ അവരുടെ അവസ്ഥകൾ പോലും, അവർക്ക് പ്രോപ്പറായിട്ടൊരു ചികിത്സ പോലും കൊടുക്കാൻ ടോപ്പ് എൻഡിലിരുന്ന പവർ ടീമുകൾക്ക് സാധിച്ചിരുന്നില്ല. ആരെയൊക്കെയോ പറ്റിക്കാൻ, പീഡനങ്ങൾ നടത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സംഘടന എന്ന് വേണമെങ്കിൽ പറയാം സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ. പ്രിയപ്പെട്ട കലാകാരന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന കുറെ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഇത് സംസാരിക്കുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അവസാനത്തെ അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ നിസ്സഹകരണം അല്ലെങ്കിൽ അമ്മ എന്ന സംഘടന പോലുള്ള സംഘടനകൾ ഇതുപോലുള്ള അവശ്യ കലാകാരന്മാരെ പരിഗണിക്കാത്തത് വലിയൊരു കഷ്ടം തന്നെയാണെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്താതിരിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ കലാകാരന്മാരുടെ കഴിവുകൾ മനസ്സിലാക്കി പ്രത്യേകിച്ചും ഒരുപാട് സിനിമകൾ ചെയ്ത കലാകാരന്മാരെയൊക്കെ ഒന്ന് പരിഗണിക്കാമായിരുന്നു എന്ന ഒരു അപേക്ഷയും കൂടെ ഇതോടൊപ്പം വെക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കിരിക്കാടൻ ജോസ് പോലൊരു വേഷം ഇനി കിട്ടിയില്ലെങ്കിലും അതിനോട് ഒരല്പം താന്നു നിൽക്കുന്ന ഒരു നല്ല വില്ലൻ വേഷങ്ങൾ എനിക്ക് നൽകാമായിരുന്നു എന്നൊരു പരിഭവം അദ്ദേഹത്തിന് അവസാന നാളുകളിൽ
ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പങ്കുവെക്കുകയും ചെയ്തു. ആ ഒരു മോഹം സഫലമാകാതെയാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്നത്. അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരിക്കലും പകരം വെക്കാനില്ലാത്ത ഒരു കസേര കൂടെ ഉണ്ടായിരിക്കുകയാണ്. ഇനി അത് നികത്താൻ ആരും ഉണ്ടാവാൻ വരില്ല. പലതരം വില്ലന്മാർ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ കിരിക്കാടൻ ജോസിന് പകരം കിരിക്കാടൻ ജോസ് മാത്രം. നന്ദി.